തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ റാഗിങ്ങിന് വിധേയനായെന്ന് സ്ഥിരീകരിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. മിഹിർ അഹമ്മദിന് റാഗിംഗ് നേരിടേണ്ടി വന്നു. സമാനമായ റാഗിംഗ് പല കുട്ടികളും അനുഭവിച്ചു. മിഹിറിന്റെ ആത്മഹത്യയ്ക്ക് ശേഷവും സ്കൂളിൽ റാഗിംഗ് തുടർന്നെന്നും റിപ്പോർട്ടിലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ NOC ഹാജരാക്കിയിട്ടില്ല. ഇത് വിദ്യാഭ്യാസ വകുപ്പ് ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും നിയമാനുസൃത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സമഗ്രമായി അന്വേഷിക്കുവാനും തുടർ നടപടികൾക്കുമായി സർക്കാർ നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന കൂട്ടായ്മയിലൂടെ പങ്കുവയ്ക്കപ്പെട്ട സന്ദേശങ്ങളിലൂടെയാണ് മിഹിർ സ്കൂളിൽ അനുഭവിച്ച അതിക്രൂരമായ റാഗിംഗ് പുറം ലോകം അറിയുന്നത്. ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഗ്ലോബൽ സ്കൂളിൽ മിഹിറിന് റാഗിംഗ് നേരിടേണ്ടി വന്നു എന്നതിന് സ്ഥിരീകരണമാവുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഗ്ലോബൽ സ്കൂളിൽ മിഹിർ അഹമ്മദിന് റാഗിംഗ് വിധേയമാകേണ്ടി വന്നു എന്ന് അവിടെ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഈ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം അവിടെ പല കുട്ടികളും സമാനമായ റാഗിങ്ങിന് വിധേയമായിട്ടുണ്ട്, അതിക്രമത്തിന് വിധേയമായിട്ടുണ്ടെന്ന മൊഴി പല രക്ഷിതാക്കളും നൽകിയിട്ടുണ്ട് എന്നും ഈ ഷാനവാസ് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും അതിനു പുറമെ ഈ സ്ഥാപനത്തിന്റെ നിയമപരമായ ആണോ പ്രവർത്തിക്കുന്നത് എന്ന ഒരു പരിശോധന കൂടി നടത്തിയിരുന്നു. പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇതിന്റെ മാനേജ്മെന്റിലെ ആളുകളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി. പക്ഷേ ഇതിലൊന്നും NOC അവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല. നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ ഈ സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ടിയിരുന്ന NOC ഹാജരാക്കിയിട്ടില്ല. അവർക്ക് NOC ഇല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ്. NOC ഉറപ്പുവരുത്താൻ വേണ്ടി DDയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അങ്ങനെ ഒരു പരിശോധന നടത്താൻ. ആ പരിശോധന നടത്തി NOC ഇല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകും. ഈ വിദ്യാഭ്യാസ വർഷം തൽക്കാലത്തേക്ക് വിദ്യാർത്ഥികളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് ഓർത്തു മാത്രമാണ് കടുത്ത നടപടിയിലേക്ക് പോകാത്തത് എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അടുത്ത വിദ്യാഭ്യാസ വർഷം ഈ സ്ഥാപനത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. കൃത്യമായ NOC ഇല്ലെങ്കിൽ, അംഗീകാരമില്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. മാത്രവുമല്ല, ഇനി അങ്ങോട്ട് ഈ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അധ്യാപകർ അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി സമർപ്പിക്കാൻ DDക്ക് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ക്രൂരമായ പീഡനം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകും. പോലീസ് നടപടികൾക്കനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക. ഇത് വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയത്.